നമ്മൾ വേസ്റ്റ് കിട്ടുന്ന പഴത്തൊലി കൊണ്ടാണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. ഒഴിച്ച് ഞാൻ പറഞ്ഞില്ല തക്കാളി പൊട്ടിക്കീറുന്ന് പൊഴിഞ്ഞ് അങ്ങനെ പൊഴിഞ്ഞു പോകത്തില്ല ഇനി. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ലറി നമുക്ക് എടുക്കാം വീട്ടിൽ നിന്ന് കേട്ടോ. കലേഷേ നിന്നെ തപ്പിടേക്ക് ഇതേ നിറച്ച് കൊലയൊക്കെ ആദ്യം ഉണ്ടല്ലോ നമ്മൾ രണ്ടു പഴം കഴിച്ചിട്ട് പോവാം. എന്നാ പിടിച്ചോ ഇവിടെ ഈ പഴത്തിന് തൊലി മാത്രമേ ഉള്ളൂ. ഇത് തൊലിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ അതാ ഇതുമെല്ലാം തൊലിയാണ്. ഫുള്ള് തൊലി. പഴയില്ല. പഴം എന്തേ? പഴമില്ല. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് തക്കാളി കൃഷി ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന്. ഇതുകൊണ്ട് നമ്മുടെ തക്കാളി പൊഴിഞ്ഞു പോവാ പൊട്ടിക്കീറുവെന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചവരാണ്. പക്ഷെ ഭ്രാന്ത് പിടിച്ചവർ ഉണ്ടാവും. പക്ഷെ എന്നാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ എണ്ണം പോലെ പൊട്ടിക്കീറും. അപ്പൊ നമുക്ക് എന്തായാലും ₹1 ചെലവില്ലാത്ത കാര്യം ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെ വെച്ച് കണ്ടാ പഴത്തൊലി മൊത്തം നമ്മൾ ചെയ്യാൻ പോണ ഈ പറയുന്ന പഴത്തൊലി കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ നമുക്ക് തക്കാളി ചെയ്യാം. നമ്മൾ ഇതുപോലെ കിട്ടുന്നില്ലേ? ഓക്കെ, നമ്മൾ ഇങ്ങനെ വലുതായിട്ടൊന്നും കണ്ടിക്കണ്ടതാ ഇങ്ങനെ. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ വാണി ഉൾപ്പെടെ കട്ട് പോയാ വാണി ഉൾപ്പെടെ കട്ട് ചെയ്യുക. നോക്കി ഇത് കണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കത്തില്ലേ പഴത്തൊലിയൊക്കെ കാണുമല്ലോ. ഇല്ല മോറീസി ആയിക്കോട്ടെ, ഏത് പഴത്തൊലിയാണെങ്കിലും ഏറ്റവും നല്ല ഇതാണ്. കാരണം നമുക്ക് അതിനകത്ത് ഫോസ്ഫറസ് കിട്ടും, മഗ്നീഷ്യം കിട്ടും, കാൽസ്യം കിട്ടും. എല്ലാം കഴിഞ്ഞ് ഫൈനലായി. മതി, ഇത്ര മതി. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ടാ മതി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാ നിങ്ങൾക്കൊക്കെ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരുന്നത്. ഇതേപോലത്തെ ഒരു ക്യാന് കലേഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രോസസിങ് ഏകദേശം ഒരു 30 ദിവസം വേണം. എന്നിട്ട് ഇത് കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ കണ്ടിച്ചിട്ടാ മതി. പക്ഷെ ഈ പഴത്തൊലി നമുക്ക് 2 പ്രാവശ്യം ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. ഇപ്പൊ ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. ഇത് കണ്ടോ, ഇപ്പൊ രഞ്ജിത്തിന്റെ കാണാമല്ലോ സംഭവം. അതെ, ആ ടാപ്പം തുറക്കാം ജസ്റ്റ്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ലറി നമുക്ക് എടുക്കാം വീട്ടിൽ നിന്ന് കേട്ടോ. സിമ്പിൾ എടുക്കാം. നമുക്ക് ആവശ്യം എന്തോരം 1 ലിറ്റർ വേണം ഓഫ് ചെയ്യാം. അപ്പൊ കലേഷിതേ നമ്മുടെ കുപ്പി ഉണ്ടാക്കി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇടാൻ എന്താണ്, നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഏത്തക്കപ്പഴത്തിന്റെ തൊലി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നറിയാം, 1 കിലോയ്ക്ക് 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഒഴിക്കൂ. കണക്കുണ്ട്. ചുമ്മാ നമ്മൾ വാരിക്കോട് ഒഴിച്ച ഇത് കണ്ടോ, ഈ തൊലി ഇത് കണ്ടോ, നേരെ നോക്കി ഇത് കണ്ടോ, നേരെ അകത്തോട്ട് വെക്കുള്ളൂ കേട്ടോ. നേരെ വെക്കുള്ളൂ. അപ്പൊ ഇത് ഇച്ചിരി ആയിരുന്നു മെനക്കേ ഉള്ളൂ. നമ്മൾ അരി എന്ന് പറഞ്ഞാൽ ഇത്ര ഒന്നും ആരും മേടിക്കത്തില്ല. നമുക്കിത് കൂടുതലായിട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മളത് പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടല്ലേ തീർന്നു. അപ്പൊ രഞ്ജിത്ത് നമ്മളിപ്പോ ഒരു 4 കിലോ ആണ് ഏത്തക്കയുടെ തൊലി ഇട്ടിരിക്കുന്നത്. നമ്മളപ്പം കൊടുക്കുന്നത് 2 ലിറ്റർ വെള്ളമാണ്. 2 ലിറ്റർ വെള്ളം ഇങ്ങനെ ഒഴിക്കുക. അതിനകത്ത് നോക്കിക്കണ്ട, നമ്മളതൊക്കെ ഒരു കണക്കാ കേട്ടോ, അല്ലാതെ ഇത് അങ്ങനെ ആനൂന പരിപാടിയല്ല. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. പ്രോസസിങ് ആണെങ്കിൽ എങ്ങനെയായാലും 10-30 ദിവസം വേണം. 30 ദിവസം നമുക്ക് അടുത്ത സാധനം ഒന്ന് കലക്കാം. ഇത് നമ്മുടെ പാൽക്കായോ നമ്മുടെ കടയിലൊക്കെ കിട്ടും. പാൽക്കായ ഇത് കണ്ടോ, ഇത് വേണം ഒരു 2 വർഷം വരെ ഇത് ഉപയോഗിക്കാം. ഇത് പാൽക്കായം കൂടുതലായിട്ട് ഈ ഞാൻ പറഞ്ഞില്ല തക്കാളി പൊട്ടിക്കീറുന്ന് അങ്ങനെ പൊഴിഞ്ഞു പോകത്തില്ല ഇനി മൂലം. ഇങ്ങനെ ഇത് ഉപയോഗിക്കണം. അതുപോലെ ഇതിന്റെ എക്സാക്റ്റും പഴത്തൊലിയുടെ എക്സാക്റ്റോട് ഉപയോഗിക്കണം. ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. നമ്മുടെ തക്കാളി പൊഴിയാതെ ഇത്ര അധികമായിട്ട് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ പാൽക്കായം നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ അപ്പൊ നമ്മൾ നേരെ തുറക്കുന്ന സ്ലറി വരുന്ന നോക്കി. ഇപ്പൊ നമ്മൾ സാധാരണ ഇത് 1 ലിറ്ററിന് 5 ഇരട്ടി വെള്ളമാണ് കറക്റ്റ് വേണ്ടത്. നമുക്കിപ്പോ 6 ലിറ്ററിന്റെ കാര്യമുള്ളൂ. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. 1/2 ലിറ്റർ വന്നു. 6 ലിറ്റർ നേരെ ഒഴിച്ചു കണ്ടോ, അതിന്റെ കളർ കണ്ടോ. ഇതിലൊക്കെ എന്തൊഴിക്കും? ഇതിലോട്ട് നമ്മൾ നേരെ നമ്മളിപ്പോ ഡൈലൂട്ട് ചെയ്ത് വെച്ച സാധനം നേരെ ഒഴിക്കുക കണ്ടോ, ഒഴിച്ച്. ഇനി നമ്മൾ 6 ലിറ്റർ അല്ലേ ഒഴിച്ചത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് 2.5 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പോന്നെ ഇതിന്റെ അകത്തോട്ട്. അപ്പൊ നല്ലപോലെ ഒന്ന് ഇത് കണ്ടത് ഇങ്ങനെ ഡൈലൂട്ട് ആകും കണ്ടോ. അത്രയും കാര്യമുള്ളൂ. കറക്റ്റാ, നമ്മുടെ സംഭവം കഴിഞ്ഞു പരിപാടി. ഇതാണ് നമ്മുടെ തക്കാളിക്ക് ഈ പറയുന്ന ധാരാളം ഈൽഡും കിട്ടും. അതുപോലെ തന്നെ പൊട്ടിപ്പോവൊന്നും ചെയ്യത്തില്ല. അതായത് തക്കാളിയിൽ ഒരു രോഗം പോലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ തക്കാളി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വീണ്ടും മറ്റൊരു വീടുകളാം. അതുവരെയും ബൈ ബൈ.